ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. 6000 രൂപ റേഞ്ചിൽ ഒരു ലോ ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്കൊരു ഫോൺ വേണം. അങ്ങനെ ഫോൺ വേണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഒരുവിധം ഫിംഗർ പ്രിന്റ് സെൻസറും കേസും സ്ക്രീൻ ഗാർഡും അങ്ങനെ എല്ലാം കൂടി വേണമെന്ന് വിചാരിച്ചാൽ ആ റേഞ്ചിൽ കിട്ടുക ബുദ്ധിമുട്ടാണ്. 6000-6500 രൂപയിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ ആ റേഞ്ചിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയൊരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. ഫിംഗർ പ്രിന്റ് സെൻസർ അടക്കമുള്ള സംവിധാനങ്ങൾ, DTS സൗണ്ടും കാര്യങ്ങളും അടക്കം പറയുന്നു ആ ഫോണിൽ. ഇൻഫിനിക്സിന്റെ സ്മാർട്ട് 5A എന്നൊരു ഫോണാണ്. എന്നാലും ഈ ഒരു ഫോൺ ഇതിൽ വ്യത്യസ്തമാണ്. ഈ ഒരു സെഗ്മെന്റിൽ ഇതുവരെ ഈ സെഗ്മെന്റിൽ നമ്മൾ കാണാത്ത ഒട്ടനവധി കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ബ്രാൻഡ് ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത്, ഇൻഫിനിക്സ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളെന്ന് വിശദമായി തന്നെ. നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ ഇൻഫിനിക്സിന്റെ സ്മാർട്ട് 5A എന്ന ഈ ഒരു ഫോണിന്റെ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷനാണ്. എന്തൊക്കെയാണ് ഈ ഫോൺ നമുക്ക് ഓഫർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ ഫോണിന്റെ ബോക്സിന്റെ ഏറ്റവും ടോപ്പിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ജിയോ എക്സ്ക്ലൂസീവ് എന്നാണ്. ജിയോ ഓഫർ ഉണ്ട്. ഈ ഫോണിന്റെ വില 6499 രൂപയെ വരുന്നുള്ളൂ. ബട്ട് ജിയോ ഓഫർ ഒരു 550 രൂപ കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. നിങ്ങൾ ജിയോ സിം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ, ആ സിം ഇതിന്റെ പ്രൈമറി സിം സ്ലോട്ടിൽ അപ്ലൈ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു 550 രൂപ കൂടി ഡിസ്കൗണ്ട് കിട്ടും. 6499 രൂപയുടെ ഫോൺ വീണ്ടും ഒരു 550 രൂപ കുറവിന്. സോ ഒരു 6000 രൂപ റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ ഈ ബോക്സിൽ DTS സൗണ്ടും കാര്യങ്ങളും നമുക്ക് മെൻഷൻ ചെയ്ത് കാണാം. 2GB റാം 32GB സ്റ്റോറേജ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസിൽ 2GB റാം ഒക്കെ തന്നെയാണ് കാണുന്നത്. സോ അവിടെ ഒന്നും വേറെ പ്രശ്നമില്ല. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ കാണാം. ഫോൺ നമുക്ക് മാറ്റിവെക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് 5 വാട്ട് 2 ആമ്പ്, അതായത് 10 വാട്ട് ചാർജറാണ്. 6000 രൂപയുടെ ഫോണിൽ 10 വാട്ട് ചാർജർ ഉണ്ട്, 5 വാട്ട് അല്ല. സോ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പല ഫോണിലും നമുക്ക് 5 വാട്ടിന്റെ ചാർജറാണ്, ഇതിൽ 10 വാട്ട് കിട്ടുന്നുണ്ട്. മൈക്രോ USB കേബിളാണ് ഇതിനൊപ്പം വരുന്നത്. ഇതിനകത്ത് ജിയോ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ട്. ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഈ 550 രൂപയുടെ ഓഫർ നമ്മൾ റിസീവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് നേടാൻ സാധിക്കുക എന്നുള്ളതിന്റെ പ്രൊസീജിയറാണ് കാണിക്കുന്നത്. സോ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഫോൺ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഈ ഒരു ഡോക്യുമെന്റ് ഉണ്ടാവും. ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ജിയോയുടെ ഓഫർ കിട്ടും. അടുത്തതായിട്ട് ഇതിനകത്ത് ഒരു ഡോളറിന്റെ മോഡൽ ഒരു സംഭവം കാണാം. വെൽക്കം ടു എക്സ് ക്ലബ്. ഇവരുടെ ക്ലബ്ബിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പിന്നെ കുറച്ചധികം ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനൊപ്പം. അതും നമുക്ക് മാറ്റിവെക്കാം. ഒരു ഹാർഡ് കേസ് വരുന്നുണ്ട്, നല്ലൊരു കേസ് ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. 6000 രൂപയുടെ 6500 രൂപയുടെ ഫോണാണ്. അതിനകത്ത് നല്ലൊരു ക്വാളിറ്റി കേസും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം ഒരു സ്ക്രീൻ ഗാർഡും വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം മാറ്റി വെച്ച് ഫോണിലേക്ക് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഫിനിക്സിന്റെ സ്മാർട്ട് 5A എന്ന് പറയുന്ന ഫോൺ. നമുക്ക് ഇതിന്റെ സ്റ്റിക്കേഴ്സ് ഒക്കെ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫോൺ. ഒരു നോർമലായ ഡീസൻ്റായ ഡിസൈൻ, ഒപ്പം തന്നെ ചെറിയ ഫോണൊന്നും അല്ല കേട്ടോ, നല്ല വലിപ്പമുള്ള. നോർമലി ഒരു 10 രൂപ റേഞ്ചിലൊക്കെ നമ്മളൊരു ഫോൺ വാങ്ങിച്ചാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഫോൺ, നല്ല ഫോൺ കിട്ടുന്ന ആ ഒരു ലുക്കിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഫോൺ ഇരിക്കുന്നത്. കയ്യിൽ പിടിക്കുമ്പോഴും അത്യാവശ്യം നല്ലൊരു സ്മാർട്ട് ഫോണിന്റെ ലുക്ക് തന്നെയുണ്ട്. യാതൊരു ഇഷ്യൂസും വേറെ ബിൽറ്റ് ക്വാളിറ്റിയിലൊന്നും പറയാനില്ല. പോളികാർബണേറ്റ് ബാക്കാണ്, നല്ല ബിൽറ്റ് ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ഇൻഫിനിക്സ് എപ്പോഴും ബിൽറ്റ് ക്വാളിറ്റിയിലൊന്നും മോശമായിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ കണ്ടിട്ടില്ല, എല്ലാം നല്ല ക്വാളിറ്റി തന്നെയാണ്. സോ ഇവിടെയും നല്ലൊരു ബിൽറ്റ് ക്വാളിറ്റിയും കാര്യങ്ങളും, നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ളൊരു ഡിസൈനും ഒക്കെ ഉണ്ട്. ഇതിന്റെ റിയർ സൈഡിൽ നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ കാണാം. ഈ ഒരു പ്രൈസിന് ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് അൺലോക്കും അടക്കമാണ് ഈ ഫോൺ വരുന്നത്. റിയർ സൈഡിൽ 8 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ടിലും 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയുണ്ട്. നോർമലി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 5 മെഗാ പിക്സൽ ക്യാമറയാണ് സെൽഫിക്ക് കാണാറ്. ബട്ട് ഇവിടെ 8 മെഗാ പിക്സൽ ഉണ്ട്. ക്വാളിറ്റി നമുക്ക് നോക്കാം. താഴത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ മൈക്രോഫോൺ, 3.5mm ഹെഡ്ഫോൺ ജാക്ക്, മൈക്രോ USB പോർട്ട്, സ്പീക്കർ ഗില്ല്. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ സിം ട്രേ, ട്രിപ്പിൾ കാർഡ് സ്ലോട്ട്, 256 GB വരെ നിങ്ങൾക്ക് മെമ്മറി കാർഡ് ഇട്ട് എക്സ്പാൻഡ് ചെയ്യാം. റൈറ്റ് സൈഡിൽ പവർ ബട്ടണും വോളിയം ബ്രോക്കറും, ടോപ്പ് സൈഡ് എംടി ആണ്. ഫ്രണ്ടിലെ ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ 6.52 ഇഞ്ച് വരുന്ന HD+ ഡിസ്പ്ലേ ആണ്. നോച്ച് ഡിസൈൻ ഒക്കെ നിങ്ങൾക്ക് കാണാം. അതിലാണ് 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ വരുന്നത്. സോ അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഫോണിന്റെ ഒരു ഓവർവ്യൂ. ഓവറോൾ ഒരു ഗുഡ് ഫോണിന്റെ ഡിസൈനും ഡിസ്പ്ലേയും ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ നല്ല ഡിസൈൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു. ഡിസ്പ്ലേ ക്വാളിറ്റി എങ്ങനെയുണ്ട്? HD+ ഡിസ്പ്ലേ ആണ്. വേറെ കൂടിയ റീഫ്രഷ് റേറ്റ് ഒന്നും പ്രതീക്ഷിക്കല്ലേ. 6000 രൂപയുടെ ഫോണാണ്. ബട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 2GB റാമിന്റെ ഫോണാണ് എന്നുള്ളത് ഓർമ്മ വേണം. അപ്പോൾ അതിൻ്റെതായ ഒരു പെർഫോമൻസ് ഇവിടെ തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് വിഷ്വൽ ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഈ രീതിയിലുള്ളൊരു ക്വാളിറ്റിയൊക്കെ ഉണ്ട്. സൺലൈറ്റ് വിസിബിലിറ്റിക്കും കാര്യങ്ങൾക്കും പ്രശ്നമൊന്നുമില്ല. ഞാൻ ഡയറക്റ്റ് സൺലൈറ്റിൽ പിടിച്ചുകൊണ്ട് ഇവിടെ വിഷ്വൽ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് കാണാം. നല്ല ക്വാളിറ്റിയിൽ തന്നെ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. 500 nitsന്റെ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളാണ് പറയുന്നത്. സോ ഒരു ഡീസൻ്റായ സൺലൈറ്റ് വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെയുണ്ട്. ഓവറോൾ വേറെ യാതൊരു തരത്തിലുള്ള പരാതിയും ഡിസ്പ്ലേയുടെ ഭാഗത്ത് പറയാനില്ല. സോ ഒരു ഡീസൻ്റായ ഡിസ്പ്ലേയും കാര്യങ്ങളുമാണ് ഈ ഫോണിനൊപ്പം വരുന്നത്. ഒപ്പം DTS സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത്. ഒരു ഡീസൻ്റായ സൗണ്ട് ക്വാളിറ്റിയൊക്കെ ഉണ്ട്. സൗണ്ട് ക്വാളിറ്റിക്കൊന്നും വലിയ ന്യൂനതയൊന്നും കണ്ടില്ല. ഇയർ പീസ് ആയാലും എല്ലാം ഒരു ഡീസൻ്റായ ക്വാളിറ്റി. നമുക്കിതിൻ്റെ വിഷ്വൽ എക്സ്പീരിയൻസ്, നമുക്കൊരു മീഡിയ കൺസംഷനൊക്കെ നടത്തുമ്പോൾ, ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു പാട്ടോ കാണുമ്പോൾ അതിൻ്റെതായ ഒരു ക്വാളിറ്റിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സോ ഒരു നല്ല ഡിസ്പ്ലേയും കാര്യങ്ങളും ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ
A20 മീഡിയ ടെക്കിന്റെ A20 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. സോ ഒരു നല്ല പെർഫോമൻസ്, ഒരു നോർമലായ ആ പ്രൈസിൽ കാണുന്ന പെർഫോമൻസ്. അപ്പോൾ നമുക്ക് നോർമലായിട്ടുള്ള കാര്യങ്ങൾ, അത്യാവശ്യം കോളിംഗ് കാര്യങ്ങളും അതേപോലെ വാട്സപ്പ് അങ്ങനെയുള്ള ചെറിയ ചെറിയ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ആൻഡ്രോയിഡ് ഗോ വെർഷനിലാണ്, ആൻഡ്രോയിഡ് 11 ആണ്, ആൻഡ്രോയിഡ് ഗോ എഡിഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ 2GB റാമിൽ ഇത് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിന്റെ പെർഫോമൻസ് വളരെ സ്മൂത്ത് ആണ്. ആ സ്മൂത്ത്നെസ് കിട്ടുന്നത് ആൻഡ്രോയിഡ് ഗോ എഡിഷൻ ആയതുകൊണ്ടാണ്. അതേസമയം ഒറിജിനൽ ആൻഡ്രോയിഡ് ആണെങ്കിൽ നമുക്ക് ഈ 2GB റാം സഫീഷ്യൻ്റ് ആയെന്ന് വരില്ല. ബട്ട് ഇത് ഗോ എഡിഷൻ ആയതുകൊണ്ട് ഇത് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളിവിടെ കാണുന്ന തരത്തിലുള്ള ഒരു UI പെർഫോമൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ UIയുടെ ലുക്കും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാം. XOS 7.6 ആണ് ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത്. പവർഡ് ബൈ ആൻഡ്രോയിഡ് 11 ഗോ എഡിഷൻ ആണ്. ഗെയിമിങ്ങിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇത് 2GB റാമിന്റെ ഫോണാണ്. ഇതിനകത്ത് വലിയ ഗെയിമിംഗ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ബട്ട് നോർമൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഗെയിമുകളൊക്കെ, കാൻഡി ക്രഷ് ആയോ അല്ലെങ്കിൽ ടെമ്പിൾ റൺ പോലത്തെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ ഇതിനകത്തിട്ട് നമുക്ക് കളിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കാണുന്ന തരത്തിൽ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് വിട്ടിട്ട് വേറെ വലിയ ഗെയിം ഇടാൻ ശ്രമിക്കരുത്. കാരണം 2GB റാമിന്റെ ഫോണാണ്. ഞാൻ ഓർമ്മിക്കുകയാണ്, 6000 രൂപ ബഡ്ജറ്റിൽ, ആ ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ഫോണാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കിട്ടേണ്ടുന്ന ഒരു പെർഫോമൻസ് മാത്രമേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഡീസൻ്റ് ആയ ഒരു അത്തരത്തിലുള്ള ഒരു നോർമൽ പെർഫോമൻസും കാര്യങ്ങളും തരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ക്യാമറ നോക്കിയാലോ. ക്യാമറ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇമേജ് ക്വാളിറ്റിക്ക് മെയിൻ ക്യാമറയുടെ സാമ്പിൾ ഇമേജുകൾ നിങ്ങൾക്ക് കാണാം. ഓവറോൾ ഒരു ഡീസൻ്റ് ആയ ക്വാളിറ്റി, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫോണിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നോർമലായ ഡീസൻ്റ് ആയ ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും അല്ല, ഒരു ക്ലൗഡി സിറ്റുവേഷൻ ആണ്. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ തരത്തിലുള്ള ഒരു ഇമേജ് ക്വാളിറ്റിയാണ് ഈ ഒരു ക്യാമറ തരുന്നത്. ക്യാമറ ക്വാളിറ്റി നിങ്ങൾക്ക് ഏകദേശം ഇമേജ് ക്വാളിറ്റി മനസ്സിലായെങ്കിൽ ഒരു വീഡിയോ സാമ്പിൾ കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ലൊരു വീഡിയോ ക്വാളിറ്റി ആ ഒരു പ്രൈസ് റേഞ്ചിലെ ഫോണിൽ നമുക്ക് കിട്ടേണ്ടുന്ന ഒരു ഡീസൻ്റായി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയുണ്ട് സെൽഫി ക്യാമറ, കൊള്ളാവോ? എന്തായാലും സെൽഫി ക്യാമറയ്ക്ക് ഈ പ്രൈസിൽ ഇവർ 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ തന്നെ കൊടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 മെഗാ പിക്സലേ കാണാറുള്ളൂ. ബട്ട് ഇവിടെ 8 ഉണ്ട്. അതിൻ്റെ ക്വാളിറ്റി ഈ കാണുന്ന തരത്തിലാണ്. സോ ഡേ ലൈറ്റിലെ ഇമേജ് ക്വാളിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലൊന്നും നോക്കാം. ഈ കാണുന്ന തരത്തിലുള്ള ഒരു ഇമേജ് ക്വാളിറ്റിയാണ് ഇതിൻ്റെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ ഓവറോൾ ഇതിൻ്റെ ഡേ ലൈറ്റും ആർട്ടിഫിഷ്യൽ ലൈറ്റിൻ്റെയും ഒക്കെ ഒരു ഇമേജ് ക്വാളിറ്റി മനസ്സിലായല്ലോ. അതേപോലെ തന്നെ നമ്മളിത് സെൽഫി ക്യാമറയിൽ നമുക്ക് 2 ഫ്ലാഷ് ലൈറ്റ് ഓൺ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ? 2 ഫ്ലാഷ് ലൈറ്റ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് സെൽഫി ക്യാമറയൊക്കെ ഇത്തിരി ലോ ലൈറ്റ് സിറ്റുവേഷനിൽ ഉപയോഗിക്കുകയാണെങ്കിൽ 2 ഫ്ലാഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയ ഇമേജുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യാമറയിൽ സാധിക്കും. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ ഉപയോഗിക്കുമ്പോൾ വേണമെങ്കിൽ ഡുവൽ LED ഫ്രണ്ടിലുള്ളത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സെൽഫി എടുക്കാവുന്ന സാരം. ക്യാമറ സെൻട്രിക് ഫോണൊന്നും നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാനില്ല. നോർമലി ഒരു ലോ ബഡ്ജറ്റിലെ ഒരു സ്മാർട്ട് ഫോണൊക്കെ വാങ്ങിച്ച് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ക്യാമറ ക്വാളിറ്റി എന്ന് പറയുന്നത് സഫീഷ്യൻ്റ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇതെങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇനി ഇതിന്റെ ബാറ്ററി നോക്കിയാൽ 5000 mAh ബാറ്ററിയാണ്. ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളും വെച്ചുകൊണ്ട് തന്നെ പറയാം അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫും കാര്യങ്ങളും കിട്ടും. 10 വാട്ടിന്റെ ചാർജറും വരുന്നുണ്ട്. സോ നോർമലി 5 വാട്ട് അല്ല, ഒത്തിരി ബെറ്റർ ആയ ചാർജിങ് സംവിധാനവും ഇതിനകത്ത് വരുന്നുണ്ട്. ഓവറോൾ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഘടകങ്ങൾ. ഡുവൽ 4G വോൾട്ടി പോലുള്ള സംവിധാനങ്ങൾ വരുന്നുണ്ട്. വൈഫൈ കോളിംഗ് പോലുള്ള കാര്യങ്ങളുണ്ട്. ക്യാമറ ടു API ലെവൽ നോക്കിയാൽ ഫുൾ ആണ് വരുന്നത്. അതേപോലെ സാർ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഹെഡ് സാർ വാല്യൂ 0.597 ആണ്. ബോഡി സാർ വാല്യൂ 0.320 ആണ്. സോ ഒരു ഗുഡ് സാർ വാല്യൂ എന്ന് പറയാം. അതേപോലെ നമുക്ക് ഇതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ പെർഫോമൻസ് കൂടി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റ് ആണ്, സഫീഷ്യൻ്റ് ആണ്. ബട്ട് പലപ്പോഴും ഒരു ചെറിയ സ്ലോ ഒക്കെ വരുന്നുണ്ട്. ബട്ട് എങ്കിലും ഓവറോൾ ഒരു ഡീസൻ്റ് ആയ പെർഫോമൻസ് നമുക്ക് ഇതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസറും തരുന്നുണ്ട്. ഫേസ് അൺലോക്കിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. പറയത്തക്ക ഇഷ്യൂസ് ഒന്നുമില്ല. ഒരു ഇച്ചിരി സ്ലോ ഉണ്ടാവും ഈ ഒരു പ്രൈസിലെ ഫോണിൽ. ഇതൊക്കെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അതൊക്കെ ഈ രീതിയിൽ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആക്സെപ്റ്റബിൾ ആണ്. സോ ഓവറോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ഫോണിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റഡ് ആയ കാര്യങ്ങൾ. ഈ ഒരു പ്രൈസിന് തീർച്ചയായിട്ടും വർത്തായ ഫോണാണ്. ബട്ട് 2GB റാമിൻ്റെ ഒക്കെ ഫോൺ എടുക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആലോചിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. ഇൻഫിനിക്സ് സ്മാർട്ട് 5A ഓവറോൾ ഈ പ്രൈസിന് കൊള്ളാമെന്നാണ് തോന്നുന്നത്. കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമുട്ടാം. ബൈ.